ദൈവകുമാരനും മാതാവിനും നന്ദി. എൻ്റെ പേര് ആശ അരവിന്ദ്. ഞാൻ താമസിക്കുന്ന സ്ഥലം എറണാകുളമാണ്. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാൻ 2023 മാർച്ച് മാസം 20-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനം അതിനു മുമ്പേ അറിയാമോ എന്ന് ചോദിച്ചാൽ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് കൂടുതലായിട്ട് അറിയത്തില്ല. ഇതുവഴി വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഇവിടെ ഒത്തിരി തിരക്ക് കാണും, ബ്ലോക്ക് ഉണ്ടാവും. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല, ഇതിൻ്റെ ഫ്രണ്ട് വശം വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇവിടെ എന്താ ഇത്ര തിരക്ക്? അപ്പോഴൊക്കെ ഇവിടെ ഒരു പള്ളിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഈ കൃപാസനമാണ് ഒന്നും അറിയില്ല. ഈ കൃപാസനത്തിലോട്ട് വരാനുള്ള എൻ്റെ കാരണം 10 വർഷത്തിന് മേലെ ആയിട്ട് എനിക്ക് ഒരു മോളുണ്ട്. മോളെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഓവുലേഷൻ ടൈം കഴിഞ്ഞാൽ എൻ്റെ ദേഹം മുഴുവൻ നീരാവും. അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, ഹോമിയോ കാണിച്ചു. ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഈ ഒരു അസുഖത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ ബാംഗ്ലൂർ കാണിച്ചു, മസ്കറ്റ് കാണിച്ചു, പലരും പലതാണ് പറയുന്നത്. അമൃതയെ കാണിച്ചു, ആസ്റ്റർ മെഡിസിറ്റി കാണിച്ചു. അങ്ങനെ ഒരുപാട് രൂപ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചു. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ കുറേ നേരം ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. അവിടെയൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് ഈ പേപ്പർ കൊണ്ട് കൃപാസനത്തിൻ്റെ പേപ്പർ എങ്ങനെയോ എൻ്റെ അടുത്ത് വരും. അതെന്താ, ആദ്യമൊക്കെ എനിക്കിത് വരുമ്പം ഭയങ്കര അത്ഭുതമായി. ഇതെന്താണിത്? വായിക്കും, അവിടെ വയ്ക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കയ്യിൽ കിട്ടും, ഞാൻ പള്ളിയിൽ പോയാൽ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പം കൃപാസനത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി. എൻ്റെ അമ്മയോട് ചോദിച്ചു. എൻ്റെ അമ്മ വലിയൊരു മാതാവിൻ്റെ ഭക്തയാണ്, എൻ്റെ ചേച്ചിയും. പക്ഷേ അവരാരും കൃപാസനത്തിൽ വന്നിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, ഇതുപോലൊരു സ്ഥലമുണ്ട്, ആലപ്പുഴയിലാണ്, ഒത്തിരി പേര് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ച് മാസം 20-ാം തീയതി എൻ്റെ ഒരു സുഹൃത്ത് ഡെൻസിയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൃപാസനത്തിൽ വരികയാണ്. ഞാൻ നിസ്സാരമായിട്ട് ഈ വേദന പറയുന്നെങ്കിലും സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ്. ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക. ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് പെയിനായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ കയറിയപ്പം പോലെ എനിക്ക് എൻ്റെ ദേഹം ഭയങ്കര വേദനയായി, ചൊറിച്ചിലായി. ഞാൻ എന്നിട്ട് ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസകരമുള്ള കാര്യമാണ്. എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു. ഇപ്പം 1.5 വർഷത്തിന് മേലെയായി. 2003 മാർച്ചിലല്ലേ. അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതെ, എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോം ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയില്ലേ, വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഈ വേദനയോട് എനിക്കൊരു ആങ്സൈറ്റി അറ്റാക്ക് വരെ വന്നിട്ടുണ്ട്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതുവഴി ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 പേരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ. അതാണ് എൻ്റെ കൃപാസനത്തിലേക്ക് വരാനുള്ളതും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യവും എനിക്ക് തന്നത്. ഞാൻ സിനിമാ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മേഖല എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ ഈ വേദനകൾ നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കുക. ഒരു മാസത്തിൽ ഒരു 50 കിലോ എനിക്കെങ്കിൽ ഈ ഒരു വേദന തുടങ്ങുമ്പോൾ ഞാനൊരു 58 കിലോ 60 കിലോ അത്ര വ്യത്യാസം വരും. എൻ്റെ ഡ്രസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് മൂഡ് ഓഫും എല്ലാം ആയിരിക്കും. അപ്പോൾ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കും, എന്ത് പറ്റി ഇതിനെ പെട്ടെന്ന് വണ്ണം വെച്ച്? ഇതിനെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യണം. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ഒരു മേഖലയാണ് എൻ്റെ. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ 6 കാര്യങ്ങൾ, 5 എഴുതിയാൽ മതി, 6ാമത്തെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് 6 കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നു എഴുതാൻ. ഞാൻ 6 കാര്യങ്ങൾ എഴുതി. ചിട്ടയായ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത്
ഞാൻ ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആർക്കോ എന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമോ, എനിക്കൊന്ന് കാണണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ ആദ്യമേ ഇന്ന് ഓഫീസിലൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് കാണിച്ച് കാണാം, നമുക്ക് ബ്ലെസ്സിങ് മേടിക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുക്ക ഞാൻ ഈ അൾത്താരെ വരുമ്പോൾ അച്ഛൻ എന്നോട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഞാൻ സിനിമയിലാണോ, എന്താ നിൻ്റെ ആവശ്യം എന്നൊന്നും അല്ല ചോദിച്ചത്, എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സിനിമയിലാണ്. ഞാൻ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റാണ് ചെയ്യുന്നത്, സിനിമയും ചെയ്യും. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം ജോലിയൊക്കെ വിട്ടു. എയർപോർട്ടിലായിരുന്നു, ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തു, അങ്ങനെ പല ജോലികളും ചെയ്തു. എങ്കിൽ പോലും അതെല്ലാം വിട്ടിട്ട് ഇപ്പം സിനിമയും അഡ്വർടൈസ്മെൻറ്റും മാത്രമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നീ എന്നോട് അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. എന്നോട് ആകെ അച്ഛൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നീ സാക്ഷ്യം പറയണം. ഞാനത് അച്ഛനെ, നീ സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ഇങ്ങനെ മുഖത്തോട്ട് നോക്കി, സാക്ഷ്യം പറയുമല്ലോ അല്ലേ എന്നെടുത്ത് ചോദിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് വളരെ ടയേർഡായിരുന്നു. അന്ന് ചെന്നപ്പോൾ ഒരു കോള് വരികയാണ്. എനിക്കൊരു അസോസിയേറ്റ് ഒരു പയ്യൻ വിളിച്ചു, ആശ ചേച്ചിയല്ലേ, ഒരു മൂവിയുണ്ട്, നമ്മൾ ഫെസ്റ്റിവൽ മൂവിയാണ്. ഇതുവരെ ഞാനൊരു 2008 ആദ്യമായിട്ട് പരസ്യം ചെയ്യാൻ തുടങ്ങുന്നത്. ഒരുപാട് നാഷണൽ ആർട്സും ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു. എങ്കിലും സിനിമയിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല. 2011 തുടങ്ങിയെങ്കിലും 19 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച വലിയ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അത് പല ഫേമസ് നടികളും വേണ്ടെന്ന് വെച്ചതാണ്. കാരണം അതിൻ്റെ പ്രായം 80 വയസ്സാണ്. അപ്പോൾ ആ 80 വയസ്സായിട്ട് അഭിനയിക്കണം. ഒരു റിയൽ സ്റ്റോറിയാണ്. വെള്ളപ്പൊക്കത്തിൽ നടന്ന ഒരു പ്ലെമേന അമ്മയുടെ കഥയാണ്. അത് റിയൽ സ്റ്റോറിയാണ്. ഫെസ്റ്റിവലിനും അവാർഡുകൾക്കൊക്കെ അയക്കാനുള്ളതാണ്. കേരള ഗവൺമെൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഥ കേൾക്കാനായിട്ട്, കഥ പറയാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരൂ, എപ്പോൾ വേണേലും വന്നോളൂ, ഞാനിവിടെ ഉണ്ട്. അവരുടെ മേക്കപ്പിൻ്റെ ആൾക്കാർ എല്ലാവരെയും കൂട്ടി അവർ വീട്ടിലേക്ക് വന്നു, കഥ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ക്യാരക്ടർ ചേരുമോ എന്ന് എന്നെ ഒരുക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് അവരുടെ അറിയാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ സിനിമയാകുമ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ഉണ്ടാവില്ല. അത് സംസാരിച്ചു. അങ്ങനത്തെ എല്ലാം സംസാരിച്ച് വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു സിനിമയുടെ എന്നിലേക്കുള്ള കാസ്റ്റിങ്. കാരണം വലിയ വലിയ സ്റ്റാറുകളിൽ നിന്നും മാറി എന്നിലേക്ക് അത് വന്നത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ആ സിനിമ വളരെ പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞു. ഒരു 4 ദിവസത്തിനുള്ളിൽ ഷൂട്ട് തുടങ്ങും. പക്ഷേ അതിനുവേണ്ടി പല കുട്ടികളും അതിൻ്റെ ബാക്കിലുള്ളവർ മാസങ്ങളായിട്ട് ഗ്രൂം ചെയ്ത് അതിലേക്ക് വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ്. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ എന്നെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും ഞാൻ ആ സിനിമയിൽ ജോയിൻ ചെയ്തു. സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയ്ക്ക് എന്തൊക്കെയോ ഈ കൃപാസന മാതാവുമായിട്ട് ഭയങ്കര അടുപ്പാണ്. കാരണം ഒരു മാതാവിൻ്റെ പാട്ട് ഞാൻ അതിനകത്തിരുന്ന് പാടുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ പോസ്റ്റേഴ്സിന്, അതിൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ്. അത് മാത്രമല്ല, ഞാൻ അവിടെ നമ്മൾ ഷൂട്ട് നടക്കുമ്പം ആകെ അവർ 18 ദിവസമാണ് ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യാൻ ടൈം തന്നേക്കുന്നത്. അതിന് 16 ദിവസം കൊണ്ടെങ്കിലും ഷൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയ്ക്ക് ഹെക്റ്റിക്കായിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. വെള്ളപ്പൊക്കമാണ്, മുഴുവൻ നേരവും മഴയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി അവർക്ക് മാറ്റിത്തരാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം തരാനോ ഒന്നും സമയമില്ല. കാരണം കൂടുതലും ഞാനാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. എങ്കിൽ പോലും 5:30 വെളുപ്പിനെ, രാത്രിയിലൊക്കെ ഷൂട്ടുണ്ട് ചില ദിവസങ്ങളിൽ, എങ്കിൽ പോലും ആശ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് മുട്ടേ കുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ആ വീടും ഒരു മാതാവിൻ്റെ ഒരു ഈരാറ്റുപേട്ടയിലുള്ള വീടാണ്, ഒരു ക്രിസ്ത്യൻ വീടാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവരും എനിക്ക് ചെയ്തു തരും. അതുപോലെ ആ സിനിമയിലുള്ള എല്ലാവരും എനിക്ക് രാത്രിയിലും രാവിലെയും പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരും. അത്രയ്ക്ക് മനോഹരമായ ഒരു സെറ്റായിരുന്നു. ഒരു ദൈവികത ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ സിനിമ ഞാൻ ചെയ്ത് അതിപ്പോൾ ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. ഓണത്തിന് റിലീസാണ്. സിനിമയുടെ പേര് പ്രളയശേഷം ഒരു ജലകന്യക എന്നാണ്. ആ ഒരു സിനിമ തീർച്ചയായിട്ടും എനിക്ക് കൃപാസന മാതാവ് എൻ്റെ കയ്യിൽ തന്ന സിനിമ തന്നെയാണ്. ദൈവത്തിനും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി. അതേപോലെ സ്വർണ്ണ കന്യക എന്നൊരു പുതിയ സിനിമ ചെയ്തു, അതും മാതാവിൻ്റെ സിനിമ. അപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ആശ മാതാവിൻ്റെ സിനിമ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. ആ സിനിമ മാതാവിൻ്റെ സ്റ്റോറിയാണ്. 4 ഭാഷകളിലായിട്ടാണ് അത് ഇറങ്ങുന്നത്.
അതും അതിൻ്റെ ഷൂട്ടും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നു. അങ്ങനെ ദൈവം എന്നെ പല കാര്യങ്ങളിൽ, ഞാൻ ഒരു 6 കാര്യങ്ങൾ എഴുതിയെങ്കിലും ആ എഴുതിയതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതെല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് തരികയായിരുന്നു. കാരണം ഈ പ്രളയശേഷം ജലകന്യക സിനിമയുടെ കൂടെ എനിക്ക് സിനിമ എൻ്റെ ലൈഫിലെ, എൻ്റെ ജീവിതത്തിലെ കരിയറിനെ ഉയർത്തണേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരുന്നത് എനിക്ക് സിനിമ പഠിക്കാൻ കൂടുതൽ അവസരം തരണേ, എനിക്ക് ഡബ്ബിങ് പഠിക്കാൻ കൂടുതൽ അവസരം തരണേ. അങ്ങനെ ഓരോന്നും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് ദൈവം തന്നു. കാരണം ഈ സിനിമ പഠിപ്പിക്കുന്നവരാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ലോഹിതദാസ് സാറിൻ്റെ മോന്, അതേപോലെ ലോഹിതദാസ് സാറിൻ്റെ അസോസിയേറ്റ്, അവരെല്ലാം സിനിമ പഠിപ്പിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഡബ്ബിങ് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് അതിലൂടെ ഒരു വലിയ പഠനവും കൂടിയാണ്. ഞാൻ പറഞ്ഞ 6 കാര്യങ്ങൾ അങ്ങനെ സാധിച്ചു കിട്ടി. അതെൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര, എൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ അസുഖം എനിക്കിപ്പം പൂർണ്ണ മാറ്റമുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും ചിരിക്കുക പോലും ഇല്ലായിരുന്നു. എനിക്ക് കുളിക്കാൻ പോയിട്ടൊന്നും ചിരിക്കാൻ പോലും വയ്യാത്ത വേദനയായിരുന്നു. ഒരു കാറ്റടിക്കാൻ വേല, ഇതൊന്നും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്കൊക്കെ അറിയാം, പക്ഷേ അല്ലാത്തവർക്ക് അറിയത്തില്ല. പെട്ടെന്ന് എന്താ വണ്ണം വെച്ചേ എന്ന് മാത്രമേ എല്ലാവരും ചോദിക്കാറുള്ളൂ. മൂന്നാമതായി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്രസ്റ്റിലൊരു മുഴ വന്നു. അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു, അയച്ചു. അമൃത ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവർ ബയോപ്സിക്ക് അയക്കുമ്പോൾ അറിയാമല്ലോ, അവിടെ ഗ്രോത്ത് എടുത്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ചിലർക്ക് ബ്ലീഡിങ് വരും. അപ്പം 3 ദിവസം നമ്മൾ കൈ അനക്കാൻ പാടില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും വേദനയുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ കയറണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒത്തിരി നേരം കൈയൊന്നും അനക്കി ഒന്നും ചെയ്യരുത്, കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞ അമ്മയ്ക്ക് ഷുഗറുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ കൃപാസനത്തിൻ്റെ ഇവിടെ വന്നു. അച്ഛൻ കുർബാന നടക്കാം. അപ്പോൾ എനിക്ക് കണ്ണീര് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണീരിൽ നിന്ന് ഇങ്ങനെ വെള്ളം. ഞാൻ ഒരുപാട് അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കരയുന്നുണ്ട്, എൻ്റെ മോളും കരഞ്ഞു. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കണം. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പം 4-5 മണിക്കൂർ നിൽക്കണേ. അമ്മയ്ക്ക് ഷുഗറുണ്ട്, അത് മാത്രമല്ല ബ്ലീഡിങ് ഉണ്ട്. ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടേക്കുക ആ ഫ്ലൂയിഡിന് വേണ്ടി. അവിടെയൊക്കെ കയറിപ്പോവുക വലിയ പാടാണ്. പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അമ്മ ഉടമ്പടി എടുത്തു. അവിടെ കയറി ഈ ഫ്ലൂയിഡ് പാക്ക് ചെയ്യുന്ന ബാഗും ഒക്കെ ആയിട്ട് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി അമ്മ അതേപോലെ പൂർത്തീകരിച്ചു. അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ മുഴയേ അവിടെ ഇല്ല. 2ാമത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. പിന്നെ 3ാമതായി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകൾ SSLCക്ക് കിട്ടേണ്ട മാർക്ക്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. അവളൊരു വലിയ പഠനമുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പഠിക്കും, പക്ഷേ ഉഴപ്പിയല്ല, പക്ഷേ വലിയ ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എങ്കിൽ പോലും പരീക്ഷയായപ്പോൾ ആ കുട്ടി ഇരുന്ന് നന്നായി പഠിച്ചു. ആ കൊച്ചു എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പരീക്ഷ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെ ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വെക്കും, ഞാൻ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മോക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എത്രയാ മാർക്ക് എഴുതിയത് അതിന് 1% കൂടുതൽ മാർക്ക് അവൾക്ക് ലഭിച്ചു. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എന്തേലും അയ്യോ അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പം എന്നെ പലരും ഇപ്പോൾ വിളിക്കുന്ന കൃപാസന മാതാവേന്നാണ്. അപ്പം ഞാൻ പറയാം അത് എന്നെ വിളിക്കാൻ വേണ്ടി അത്ര പരിശുദ്ധിയൊന്നും അല്ല ഞാൻ. എങ്കിൽ പോലും അവരെല്ലാം എൻ്റെ ഭക്തി ഞാൻ പറയുന്നതും കേട്ടിട്ടാണ്. യൂട്യൂബിലൊക്കെ വലിയൊരു ട്രോളുണ്ട്. എൻ്റെ കാശുരൂപം ഞാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തയാണെന്ന് പറയുന്ന ഒരു ഓഡിയോ ലോഞ്ചിന് പറയുന്ന ഒരു വീഡിയോ. എങ്കിൽ പോലും അതിലൊക്കെ ഞാൻ അഭിമാനമാണ് കൊള്ളുന്നത്. കാരണം അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എന്നെ ചുറ്റിപ്പറ്റിയവർക്കെല്ലാം മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ്. 1000 നന്ദി. പ്രാർത്ഥനയൊന്നും ഞാൻ ഇതുവരെ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിയുന്നത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ധന്യ മേരി വർഗീസ്. എൻ്റെ സ്ഥലം കൂത്താട്ടുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എടയാർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സ്ഥലത്താണ്. എന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്രം പട്ടം മുട്ടട. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത്
ഞാൻ ദൈവവിശ്വാസം ഉള്ള ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളികളിൽ പോവുകയും നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസം ഇല്ലാതെ നടന്നുകൊണ്ട് നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ല എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നടക്കാതിരുന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഒരാഗ്രഹം, എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ, അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി ഒരു 2 വർഷമായിട്ടും കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല. ആങ്ങളേക്ക് ഇഷ്ടപ്പെടുന്നവരിന് നടക്കുന്നില്ല. അവന് നല്ല ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു ഇഷ്യൂ, ഞങ്ങളുടെ ഒരു ബിസിനസ് തകർച്ച ഭാഗമായിട്ട് ഉണ്ടായ കേസ്, ആ കേസും ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളിലൊക്കെ വന്ന നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാരണം പല ആലോചനകളും മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ മാനസികമായിട്ട് ഈ ഒരു കാര്യം വളരെയധികം തളർത്തി. കാരണം എൻ്റെ ഫാമിലി, എന്നെ കെട്ടിച്ചുവിട്ടൊരു ഫാമിലിയിലുണ്ടായ ഇഷ്യൂ കാരണം എൻ്റെ സ്വന്തം സഹോദരനൊരു കല്യാണം, ഒരു നല്ല ആലോചന പോലും വരാതിരിക്കുന്നത് എനിക്ക് മാനസികമായിട്ട് വളരെ എന്നെ തളർത്തിയൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അവന് നല്ലൊരു ആലോചന ദൈവം കൊടുക്കും. പക്ഷേ എങ്കിലും എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആത്മബലം കുറയുക എന്ന് പറയില്ലേ, അങ്ങനൊരു സാഹചര്യത്തിൽ മനസ്സ് തളർന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വരുന്നത്. കാരണം നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാത്രമല്ല നമ്മളെ ചുറ്റും നിൽക്കുന്ന നമ്മളെ വേണ്ടപ്പെട്ടവരും കൂടെ ദുഃഖം അനുഭവിക്കുക. പ്രത്യേകിച്ച് എൻ്റെ പേരൻസ്, എൻ്റെ പപ്പ മമ്മിയെല്ലാം മാനസികമായിട്ട് ഇത് കാരണം തളരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു കാര്യം എന്നെ മാനസികമായിട്ട് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആര് വഴി കേട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പലർ വഴി കേട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയായിട്ടാണ് വന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത വ്യക്തി ഞാൻ മാത്രമാണ്. ഞാനിവിടെ ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശിച്ചാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ, ഇവിടെയുള്ള പലരും എന്നെ കണ്ടിട്ടുണ്ടാവും, സീരിയൽ വഴി കണ്ടിട്ടുണ്ടാവും, പലരും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ആ സീരിയൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം, വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പം എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കിയില്ല, വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കിയില്ല. വരുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റാണ്, 2 o'clock വരെ പോകുമെങ്കിൽ ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ഒരു 3 മാസം ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്കുണ്ടായിരുന്ന മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നടക്കും, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന ഞാൻ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കുന്ന സമയം കൂടെ വെച്ച് പ്രാർത്ഥിക്കുക, ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നും കൂടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പം ഞാനൊരു സമയം വെച്ചു, സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം, 2018 സെപ്റ്റംബറിൻ്റെ അകത്ത് ഈ കല്യാണം നടക്കണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ 2018 സെപ്റ്റംബർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള വർഷമായിരുന്നു എന്ന്. കാരണം കോവിഡ് വന്ന് ഈ 2018 വർഷത്തിലാണ് എല്ലാവരും ലോക്ക്ഡൗണിലായി, വീട്ടിൽ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു വിവാഹാലോചനകൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല, കല്യാണങ്ങൾ മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഈ സമയത്താണ് ഞാൻ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഉടമ്പടി എടുത്ത്. 2018 സെപ്റ്റംബറിനകത്ത് ഇവിടെ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം നടത്തി തരണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഈ ആഗ്രഹം വെച്ച്, ഞാൻ പറഞ്ഞ വർഷം തെറ്റി വന്നു, അപ്പം ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് വേറൊരു പ്രശ്നം കൂടെ നേരിട്ടു. എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു, ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ലക്ഷോയിൽ വെച്ച ഓപ്പറേഷൻ ഞാനപ്പം എൻ്റെ ഇവിടെ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കാം ഞാൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ കാർ ഓടിച്ച് ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടി കരയായിരുന്നു. ഇവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തണേ, വലിയ പ്രശ്നങ്ങളില്ലാതെ റിസൾട്ട് വരുമ്പോൾ വലിയ
പ്രശ്നങ്ങളില്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കണേന്ന്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞെല്ലാം ഭംഗിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്ന് ഇതെല്ലാം കോവിഡ് സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് സാധിച്ച കാര്യങ്ങൾ കോവിഡ് സമയത്ത് എൻ്റെ അമ്മയുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റി. അമ്മയുടെ ഒപ്പം, കാരണം അപ്പം ഷൂട്ടിങ്ങില്ല, ഒന്നുമില്ല. 3 മാസം ഞാൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മേനെ കുറേ ശുശ്രൂഷിക്കാനും പറ്റി ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇന്ന് മാറ്റി ഒരു ടൈം ടേബിൾ മാറ്റിയിട്ട പോലെയാണ് എനിക്ക് തോന്നി. കോവിഡ് വന്ന് എല്ലാവരും വിഷമിച്ച സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് ഞാൻ ഈ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത്, അപ്പോൾ കല്യാണ ആലോചനകൾ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഈ ഓപ്പറേഷന് കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ ഒരു ആലോചന എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ആലോചന വരികയാണ് തൊട്ടടുത്ത് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. പക്ഷെ നമ്മൾ അത്രയും നാളും ആലോചനകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ബ്രദറിനും ഇഷ്ടപ്പെട്ടു. അത് ആ സെപ്റ്റംബറിനകത്ത് തന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുകയാണ്. കല്യാണം നവംബറിൽ നടത്തുകയാണ്. സോ ഞാൻ ആ വെച്ച് പ്രാർത്ഥിച്ച സമയത്തിനകത്ത് തന്നെ ഞാനിവിടെ വന്നെടുത്ത ഉടമ്പടി ഞാൻ എന്താഗ്രഹിച്ചു വന്നോ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇതാണ്. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ആഗ്രഹിച്ചത്, എൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് എൻ്റെ ആങ്ങളുടെ ലൈഫായിരുന്നു വലുത്. കാരണം അവൻ്റെ ഒരു ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഓടി വന്നത്. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ എന്ത് വെച്ചാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്, എനിക്കിവിടെ ആ സമയത്തിനകത്ത് തന്നെ ഞാൻ വെച്ച സമയത്തിനകത്ത് എനിക്ക് സാധിച്ചു കിട്ടി. അപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതമായിട്ടും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സാക്ഷ്യം ഇത് പലരോടും ആ സമയത്ത് പറയണമെന്നുണ്ട്. അപ്പം കോവിഡും കാര്യങ്ങളും ഇവിടെ യാത്രകൾ കുറവാണ്, നമ്മുടെ ലൈഫിലെല്ലാം അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞൊരു വർഷം എനിക്ക് 2019 എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. 2019 2018 എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇങ്ങനെ ഈ കോവിഡ് തുടങ്ങുന്ന സമയമാണ്. അപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക, നിശ്ചലമായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നത്. അതും ഭംഗിയായിട്ട് നടത്താൻ പറ്റി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കല്യാണം ഭംഗിയായിട്ട് നടന്നു. പ്രതീക്ഷിക്കാത്ത എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നു. അവർ ഭംഗിയായിട്ട് എറണാകുളത്ത് താമസിക്കുകയാണ്. ഹസ്ബൻഡും വൈഫും എൻ്റെ ആങ്ങളെയും സിസ്റ്ററിൻ്റെയും അവിടെ താമസിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം ഞാൻ ഇത്രയും വൈകിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെ ഒരു നമ്മൾ പറയില്ലേ, ഒരു ചമ്മൽ, നമ്മളൊരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ വന്ന് നിന്ന് നമ്മളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ എടുത്ത് പറയാനുള്ളൊരു ചളുപ്പുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ മടിക്കുമായിരുന്നു. പിന്നെ ആവട്ടെ മനസ്സിലിങ്ങനെ പറയണമെന്നുണ്ട്, പിന്നെ ആവട്ടെ. അപ്പം ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ 1-2 പേരോട് പറഞ്ഞ പോലെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയാനൊരു മടി. കാരണം എപ്പോഴും എൻ്റെ ലൈഫിലൊക്കെ വന്ന വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും വീണ്ടും അത് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അത് വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരോടും അത് പറയണം. അങ്ങനെയുള്ളൊരു മടി എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു മേക്കപ്പൊക്കെ ഇട്ട് ഒരു സാക്ഷ്യം പറയാൻ വന്ന ഒരു അവസ്ഥയിലല്ല വന്നത്. ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആ സാക്ഷ്യം പറയാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കയറി വരുന്നു, ഇവിടെ വന്നാൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, വീണ്ടും ഉടമ്പടി എടുക്കണം. ഇന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇന്ന് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ണൂരുള്ള ഏതോ ഒരു ചേച്ചി, അനു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഉടമ്പടി എടുക്കാൻ അച്ഛൻ ഇന്ന് പറ്റുമോ? പറ്റില്ല അച്ഛൻ, ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ വരാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ വന്ന് പെട്ടതാണ്. അച്ഛൻ പറഞ്ഞു, സാക്ഷി എഴുതി കൊണ്ടുപോകാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി ഇവിടെ വന്നു. എനിക്കിന്ന് പറയാനൊരു അവസരവും കൂടെ തന്നു. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ടൊരു സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം എന്നെ ഈ ഒരു കല്യാണത്തിന് പോയ അതേ വസ്ത്രത്തിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാ മേക്കപ്പോടും കൂടിയിട്ട് എൻ്റെ ഇത്രയും പേരെ മുമ്പിൽ കൊണ്ടേ നിർത്തിയത് ഇത് അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ പറയാൻ എന്തിന് ഭയന്നാണ് ഞാൻ മാറി നടന്നത്. അതേ കാര്യം ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്നുള്ള ഫുൾ മേക്കപ്പിൽ വന്ന് എല്ലാവരും എന്നെ തിരിച്ചറിയുന്ന രീതി ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റി. ഇവിടെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ പല കാര്യങ്ങളും എനിക്ക് ലീസ്റ്റ് ബോധേഡായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം. പക്ഷെ അതിൽ പോലും എനിക്ക് ദൈവം തൊടുന്നതായിട്ട് തോന്നി. എപ്പോഴും എനിക്ക് കോവിഡിൻ്റെ ഒരു 2 വർഷങ്ങൾ, നമ്മൾ 2019-20 കാലഘട്ടം 21-20 ഇപ്പോൾ പോലും ഒരു കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മാറി വരുന്നേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് എല്ലാവരും തളർന്ന ഒരു സമയമാണ്.
ആ സമയത്ത് പോലും എനിക്ക് വർക്കുകൾ തരാൻ എപ്പോഴും ദൈവം, ഞാനെപ്പോഴും വിശ്വസിക്കുന്നു ദൈവം എന്നെ വിളിച്ചു എനിക്ക് ഓരോ വർക്ക് ഒന്ന് കഴിയുമ്പോൾ, ഞാൻ ബിഗ് ബോസ് പോലെ ഒരു വലിയ ഷോയിൽ പോയി. ഞാൻ പറയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ എപ്പോഴും ദൈവം തൊട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ മാറ്റം, എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുണ്ടായിരുന്നൊരു കാര്യം കൊണ്ട് നടക്കാതിരുന്ന കാര്യം അത് നടത്തി തന്നു. അതിനപ്പുറം എൻ്റെ അമ്മയുടെ ആരോഗ്യം, അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിനും എല്ലാത്തിനും ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും എല്ലാം ഇടയാക്കി. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് മനസ്സിലായി. രാവിലെയും വൈകിട്ടും നിന്നുള്ള പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥന മുടക്കാതിരിക്കുക. ഈ ആദ്യം പറഞ്ഞ പോലെ ബൈബിളും മുടക്കാതെ വായിക്കുക. ഞാൻ ഒരു 9 വചനങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് ആ വചനം എവിടെയെങ്കിലും പോയാൽ, എനിക്ക് ബൈബിൾ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്ക് 9 വചനം കൃത്യമായിട്ട് അറിയാം. ഞാൻ സങ്കീർത്തനം 55:22, നിൻ്റെ ഭാരം കർത്താവി ഭരമേൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ബിഗ് ബോസിലായിരുന്നപ്പോഴും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയം നുറുങ്ങിയവനെ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവന് കൈവിടുകയില്ല. ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം. പിന്നെ നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കും, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ടത്, ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിക തകർക്കുകയും ഇരുമ്പോടാരുക ഒടിച്ചു കളയുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് വളരെയധികം ശക്തി തരുന്ന വചനങ്ങളാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവാതിരിക്കുമ്പോൾ, എനിക്ക് ടെൻഷൻ വരുമ്പോൾ, നെഗറ്റീവായി ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ ചൊല്ലാറുണ്ട്. അതും ഞാൻ ഒരു 10 തവണയെങ്കിലും, ഒരു വചനം 10 തവണയെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ശക്തി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനയിലൂടെ എനിക്ക് പ്രാർത്ഥന കൊണ്ടുള്ള ശക്തി എനിക്ക് മനസ്സിലാക്കി തന്നു. കാരണം രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന കൊണ്ട് കോൺഫിഡൻ്റ് ആവും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റുള്ള പ്രാർത്ഥന എപ്പോഴും പെട്ടെന്ന് തന്നെ ദൈവം അതിലൊരു റിസൾട്ട് തരാറുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തുടങ്ങും. രാവിലെ എനിക്ക് ദൈവത്തെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം നന്നാവും, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത വഴി ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ ലൈഫിലൂടെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുണ്ട്. ഇനി ഒത്തിരി പറയാനുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്നോ നിർത്തണമെന്നോ അറിയില്ലായിരുന്നു. പക്ഷേ ഈ പറയാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ 2 വർഷമായിട്ട് പറയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കാര്യം, ബ്രദറിന് എൻ്റെ ഇടയിലൊരു ചെറിയ ഷോൾഡർ പെയിനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിക്കുന്ന കാരണമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്തായാലും എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം, ഇത്രയും നന്ദി. പ്രൈസ് ലോർഡ്. ഈ ധന്യമേരി വർഗീസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സിനിമകളിലൂടെയും സീരിയലിലൂടെയൊക്കെ അറിയുന്ന വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു. ഈ കാര്യം ഉടമ്പടിയിൽ വെച്ച് ആദ്യത്തെ നിയോഗമായിരുന്നു. ഈ സഹോദരൻ്റെ വിവാഹം 2 വർഷമായിട്ട് നടക്കാതിരുന്നതാണ്. അത് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നിട്ടും നടക്കാവുന്ന കാര്യമായിരുന്നു. ആരോ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു, പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടോ, വചന വായനയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത്രയും വചനങ്ങൾ പറഞ്ഞു. അപ്പോൾ വചനം ഉള്ളിലുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞു. ഞാൻ കാണുന്നവരോടൊക്കെ എൻ്റെ കിട്ടിയ അനുഭവങ്ങൾക്ക് ഞാൻ പറയാറുണ്ട്. പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും ദൈവം നമുക്ക് തരുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണോ, അതിൽ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, ലൈഫിൽ മാറ്റം വന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് പറയാറുണ്ട്. ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണ്, പ്രൊഫഷൻ. അവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ വിശ്വാസം ഞാൻ കാണിക്കാൻ നോക്കാറുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ വിശ്വാസത്തിൽ എനിക്ക് ജീവിക്കുമ്പോൾ എന്നോട് ചോദിക്കാറ്, എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു. എനിക്ക് ഒത്തിരി എൻ്റെ ഫാമിലി ലൈഫിൽ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞു, ഫാമിലിയിൽ ഉണ്ടായ ഒരു ബിസിനസ് തകർച്ച വഴി ഉണ്ടായ കേസും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതിൽ വരുന്ന പഴികൾ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള എന്താ പറയുക, പലരും സൂയിസൈഡ് ചെയ്യും. ആ സമയത്ത് ദൈവം എന്നെ അവിടെ ഒന്നും അങ്ങനെ ചിന്തിപ്പിക്കാതെ ജീവിക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതായാലും എന്നെക്കൊണ്ട് ദൈവം സാക്ഷ്യം പറയിക്കാൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ആ ഒരു ദൈവവിശ്വാസത്തിലൂടെ എനിക്ക്
ഒത്തിരി കാര്യങ്ങൾ ജീവിക്കാനുള്ള ധൈര്യം. ഒന്ന് എനിക്ക് കിട്ടിയ ജീവിക്കാനുള്ള ധൈര്യം. പിന്നെ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിക്കുന്നത്. ദൈവം തന്ന ജീവിതം ഒരിക്കലും മറ്റു സമൂഹം പറഞ്ഞ കേട്ടിട്ട് നമ്മളത് തകർക്കാനുള്ളതല്ല. അപ്പം നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ ദൈവം അത് അനുഗ്രഹം തരും. എല്ലാ പ്രവൃത്തികളും ദൈവം അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളും നല്ല രീതിയിൽ വളരും. അതാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, രാത്രി 2 മണി വരെ ഷൂട്ടുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണമായിരുന്നു പറഞ്ഞു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അല്ലേ? അതെ, ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ ചെയ്യേണ്ട ഒരു സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഉറപ്പില്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ വെച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നു. എന്നാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഏത് സമയത്തും കിടന്നുറങ്ങാനോ എഴുന്നേൽക്കാനോ ഒക്കെ സൗകര്യമുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ആ 5:30-6 മണി എന്നുള്ള സമയം തെറ്റിക്കാറുണ്ട്. പക്ഷേ പറയായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും താമസിച്ച് ലേറ്റായിട്ട് കിടന്നാലും അത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. അതുപോലെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഓർമ്മ തന്നെ, ഞാൻ ലേക്ക് ഷോറിൽ മമ്മീനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ തിരിയെല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ പക്ഷേ ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ കത്തിക്കുമെന്ന് അറിയില്ല, ആരോട് ചോദിക്കുന്ന അറിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി 5:30 അവിടെ നിന്ന് ഇറങ്ങി താഴെ എത്തിയിട്ട് സെക്യൂരിറ്റി എടുത്ത് പോയി ചോദിച്ചിട്ടാണ് ആ മനുഷ്യനാണ് എനിക്ക് ലൈറ്റർ തന്നത്. അതും കൊണ്ട് പോയി ഞാൻ കത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടു കൊടുത്തു. അപ്പോൾ അങ്ങനെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ഞാനിത് മുടക്കാതെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതിലൊരു സന്തോഷവുമുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ദൈവം തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, വിശ്വാസത്തിലധികമായിട്ട് വിശ്വസ്തതയാണ് ഉടമ്പടിയോട് കാണിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരൻ നൽകിയത്. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.